കൂടുതൽ കോളേജുകളിൽ ഗവർണർക്കെതിരെ ബാനറുകൾ ഉയർന്നു. തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, എറണാകുളം ജില്ലകളിലെ കോളേജുകളിലാണ് ബാനറുകൾ ഉയർന്നിരിക്കുന്നത്. SFIയുടെ നേതൃത്വത്തിലാണ് ബാനറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തു നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം അഖിൽ പാലോട്ട് മഠത്തിലേക്ക്. അഖിൽ, തിരുവനന്തപുരത്തും ഗവർണർക്കെതിരായ ബാനറുകൾ രാവിലെ മുതൽ തന്നെ വിവിധ ക്യാമ്പസുകളിൽ ഉയർന്നിരുന്നു. വിവരങ്ങൾ. രോഹിണി, സംസ്ഥാനത്ത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഗവർണർ SFI പോര് മുറുകുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നലെ കാലിക്കറ്റ് സർവകലാശാലയിലെ ബാനർ അഴിക്കലുമായി ബന്ധപ്പെട്ടാണ് SFIയുടെ സംസ്ഥാന കമ്മിറ്റി ക്യാമ്പസുകൾ മുഴുവൻ ഗവർണർക്കെതിരായിട്ടുള്ള ബാനർ കെട്ടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ 4 ക്യാമ്പസുകളിലാണ് ഇപ്പോൾ ബാനറുകൾ ഉയർത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിനകത്തും അതുപോലെ തന്നെ തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജിലും അതുപോലെ തന്നെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലുമാണ് പ്രധാനമായും SFIയുടെ നേതൃത്വത്തിൽ ഈ ബാനറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയേണ്ടത്, കഴിഞ്ഞ ഒരു പ്രാവശ്യവും തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിൽ ഇതുപോലെ ഗവർണർക്കെതിരെ ബാനർ ഉയർത്തിയിരുന്നു. അന്ന് വൈസ് ചാൻസലറോട് നേരിട്ട് ഗവർണർ ഇതിന്റെ വിശദീകരണം ചോദിക്കുകയും പ്രിൻസിപ്പാളിനെ രാജ്ഭവനിൽ വിളിച്ചു വരുത്തിയും വിശദീകരണം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആ ബാനർ അഴിച്ചു കിട്ടുകയും ആ ബാനർ സ്ഥാപിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വീണ്ടും SFIയുടെ നേതൃത്വത്തിൽ ഗവർണറെ വളരെ മോശമായ രീതിയിൽ, അതായത് ഗവർണർ മാത്രമല്ല, ക്യാമ്പസുകളെ സംബന്ധിച്ച് ഗവർണർ എന്ന് പറയുന്നത് ആ സർവകലാശാലയുടെ അല്ലെങ്കിൽ ആ ക്യാമ്പസിന്റെ ചാൻസലർ കൂടിയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഗവർണറെ ആണ് ആ ഗവർണറുടെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഈ ബാനറുകൾ ഉയർത്തിയിരിക്കുന്നത്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ഉയർത്തിയിരിക്കുന്ന ബാനർ ആണെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ ആരിഫ് ഖാന്റെ തറവാട് സ്വത്തല്ല എന്നതാണ് അതിൽ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം. ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഉയർത്തിയിരിക്കുന്ന ബാനറിൽ പറയുന്നത്, ചാൻസലർ സവർക്കർ ആയാൽ ഞങ്ങൾ ജീവൻ നൽകിയും പ്രതിരോധിക്കുമെന്ന മുദ്രാവാക്യമാണ് അവിടെ ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രലോഭനപരമായ ഈ സംസ്കൃത കോളേജിലാവട്ടെ, മിസ്റ്റർ ചാൻസലർ, നിങ്ങൾക്ക് വിനയത്വം മനുസ്മൃതിയോടാണ് എങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഈ ഭരണഘടന പഠിപ്പിക്കുമെന്ന തരത്തിലായിരുന്നു. അങ്ങനെ സംസ്ഥാനത്തുടനീളമുള്ള ക്യാമ്പസുകളിൽ ഇത്തരത്തിലുണ്ട്. എന്നാലും തിരുവനന്തപുരത്ത് ആയിരുന്നു തുടക്കം ഗവർണറെ കരിങ്കൊടി പ്രതിഷേധം. സംസ്ഥാനമൊട്ടാകെയുള്ള വിവിധ ക്യാമ്പസുകളിൽ SFI ഗവർണർക്കെതിരായ ബാനറുകൾ ഉയർത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, തുടരാം. രോഹിണി, ഞാൻ സൂചിപ്പിച്ചു വന്നതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഇപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ള വാക്കുകളും. SFIക്ക്, അതായത് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്തും കേരളത്തിലെ തെരുവുകളിലും ഒക്കെ തന്നെ ഗവർണർക്ക് നേരെ ഇത്തരത്തിലുള്ള പ്രലോഭനപരമായ മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ സംഘർഷമുയർത്തുന്ന തരത്തിലുള്ള സമരങ്ങളുമായി SFI പോകുമ്പോൾ അതിനെ പൂർണ്ണമായും സർക്കാർ സംവിധാനവും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വവും ഒക്കെ തന്നെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകുന്നു തന്നെയാണ് നമുക്ക് ഈ വാക്കുകളിൽ വായിക്കാൻ സാധിക്കുന്നത്, MV ഗോവിന്ദന്റെ വാക്കുകളിൽ. കാരണം ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർ നടത്തിയത് നിയമപരമായിട്ട് ഗവർണറുടെ വിവേചന അധികാരമാണ്. അതായത് ഗവർണറുടെ നോമിനേറ്റ് ചെയ്യേണ്ട സെനറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ആ കാറ്റഗറി ഉപയോഗിച്ചാണ് ഗവർണർ അത്തരത്തിലുള്ള നോമിനേഷനുകളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഈ SFI പോകുന്നു, CPM പോകുന്നു. അതിനാണ് കഴിഞ്ഞ മണിക്കൂറുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ തന്നെ CPMന്റെ മുതിർന്ന 2 നേതാക്കൾ, അതായത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായിട്ടുള്ള MV AK ബാലനും അതുപോലെ തന്നെ MV ഗോവിന്ദനും, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും MV ഗോവിന്ദനും SFIക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നതാണ് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഉടനീളം ബഹുഭൂരിപക്ഷം ക്യാമ്പസുകളിലേക്കും SFI ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലേക്ക് പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന്റെ ഭാഗമാണ് ചാൻസലർ ആയിട്ടുള്ള സർവകലാശാലയുടെയും ഈ ക്യാമ്പസുകളുടെയും ഒക്കെ തന്നെ ചാൻസലർ ആയിട്ടുള്ള ഗവർണർക്ക് നേരെ ഇത്തരത്തിലുള്ള ബാനറുകൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ ബാനറുകൾ കാലിക്കറ്റ് ക്യാമ്പസിനകത്ത് ഉയർത്തുമ്പോൾ നേരിട്ട് തന്നെ DC-യോടും അതുപോലെ തന്നെ കോഴിക്കോട് SP-യോടും ഒക്കെ തന്നെ ഇത് അഴിച്ചു മാറ്റണമെന്ന നിർദ്ദേശം ഗവർണർ നൽകിയിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷമാണ് പക്ഷെ പോലീസ് പോലും അത്തരത്തിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ള, അതായത് പോലീസിനോട് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവും അതുപോലെ തന്നെ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗവും കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഇത്തരത്തിലുള്ള ബാനറുകൾ ഉയരാൻ സാധ്യതയുണ്ട്, അത് സംഘർഷത്തിലേക്ക് പോകുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഒരു ക്യാമ്പസിനകത്ത് നിന്നും അല്ലെങ്കിൽ ഒരു ക്യാമ്പസിൽ നിന്നും ബാനർ നീക്കം ചെയ്യാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും മറ്റു ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള ബാനറുകൾ ഉയരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട 3 ക്യാമ്പസുകളിൽ ഇപ്പൊ തന്നെ ബാനറുകൾ ഉയർന്നിരിക്കുകയാണ് രോഹിണി. ശരി, ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ജില്ലയിലെ ഏതൊക്കെ ക്യാമ്പസുകളിലാണ് ഗവർണർക്കെതിരായ ബാനറുകൾ ഉയർന്നിരിക്കുന്നത്?
രോഹിണി, ആലപ്പുഴയിലെ 2 പ്രധാനപ്പെട്ട കോളേജുകളിലാണ് ഗവർണർക്കെതിരായ ബാനറുകൾ SFI സ്ഥാപിച്ചിട്ടുള്ളത്. ആലപ്പുഴയിലെ SD കോളേജിലും ഒപ്പം തന്നെ ചേർത്തലയിലെ SM കോളേജിലുമാണ് ഇത്തരത്തിൽ SFIയുടെ ബാനറുകൾ ഗവർണർക്കെതിരെ പ്രത്യക്ഷപ്പെട്ടത്. ഇത് പോലീസ് ഇതുവരെ അത് നീക്കം ചെയ്യാനുള്ള നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. SFIക്ക് മേൽക്കൈയുണ്ടെന്ന് അവകാശപ്പെടുന്ന SD കോളേജിൽ ഇന്നലെ രാത്രി തന്നെ ആരോ ഇത്തരത്തിൽ ബാനറുകൾ സ്ഥാപിച്ചിരുന്നു. ഒപ്പം തന്നെ SM കോളേജിലും ബാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആരും ആ ബാനർ ഇതുവരെ നീക്കം ചെയ്യാനോ അതുപോലെ തന്നെ പോലീസ് ഇടപെട്ട് ആ ബാനർ നീക്കം ചെയ്യാനോ ഉള്ള നടപടികൾ നടത്തിയിട്ടില്ല. ബാനറുകൾ ഇപ്പോഴും ഈ കോളേജുകളുടെ കവാടങ്ങളിൽ ഉണ്ട്. ആലപ്പുഴയിൽ 2 കോളേജുകളിൽ മാത്രമാണ് ഈ ബാനർ പ്രത്യക്ഷപ്പെട്ടത്. മറ്റു കോളേജുകളിലൊന്നും തന്നെ ഇത്തരത്തിൽ ബാനറുകളില്ല. പ്രധാനപ്പെട്ട 2 കോളേജുകളാണെന്ന് ആലപ്പുഴ നഗരത്തിലുള്ള SD കോളേജിലും ഒപ്പം ചേർത്തലയിലുള്ള SM കോളേജിലുമാണ് ഗവർണർക്കെതിരെ നിലവിൽ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. രോഹിണി. ശരി നിഷ. എറണാകുളത്ത് നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, SFIയുടെ ഭീഷണിക്ക് വഴങ്ങാതെ ഗവർണർ ശക്തമായ നിലപാടെടുക്കുമ്പോൾ അമ്പയെ പാളുന്ന ആ പ്രതിഷേധങ്ങൾക്ക് ഒരു മറ എന്നോണമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ വിവിധ ക്യാമ്പസുകളിൽ ഗവർണർക്കെതിരായ ബാനറുകൾ ഉയർത്തി SFI മുഖം രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അത്തരത്തിൽ എറണാകുളത്തെ ഏതൊക്കെ ക്യാമ്പസുകളിലാണ് ഗവർണർക്കെതിരായ ബാനറുകൾ ഉയർന്നിരിക്കുന്നത്? രോഹിണി, എറണാകുളത്ത് കാലടി ശ്രീശങ്കര കോളേജിലടക്കം SFI യൂണിയൻ ഭരണം കൈയാളുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ബാനറുകൾ കെട്ടിയിട്ടുണ്ട്. ഗവർണർക്കെതിരെ രൂക്ഷമായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും ബാനറുകൾ ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഉച്ചയോടുകൂടി എറണാകുളം മഹാരാജാസിലടക്കം ഇത്തരത്തിൽ പ്രതിഷേധ സംഗമങ്ങൾ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ബാനറുകൾ ഉയർത്തുമെന്ന കാര്യമാണ് ഇപ്പോൾ SFI പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ ക്യാമ്പസുകളുടെ പുറത്തും പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണർക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ അടക്കം ഉയർത്തിയുള്ള ബാനറുകളാണ് ഈ കലാലയങ്ങളിൽ എല്ലാം തന്നെ ഉയർത്തുന്നത്. SFI യൂണിയൻ ഭരിക്കുന്ന കോളേജുകൾ, എറണാകുളം മഹാരാജാസ് കോളേജ് അടക്കമുള്ള കോളേജുകളിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കമാണ് SFI നടത്തുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കാലടി ശ്രീശങ്കര കോളേജിൽ ഇത്തരത്തിൽ ബാനറുകൾ ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഉയർത്താനുള്ള നീക്കമുണ്ടായിരുന്നു. ഈ ബാനർ നീക്കിക്കഴിഞ്ഞാൽ അവിടെ മറ്റു നിരവധി ബാനറുകൾ ഉയർത്തുമെന്ന, അതായത് ഇപ്പോൾ നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയിലടക്കം ഉയർത്തിയ അതേ ഭീഷണി തന്നെയാണ് എറണാകുളത്തെ കോളേജുകളിലും ഉയർത്തുന്നത്. എന്നാൽ കോളേജ് അധികൃതർ ഈ ബാനറുകൾ നീക്കം ചെയ്യാനുള്ള യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നോ പ്രിൻസിപ്പൽമാരോ ഇത്തരത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ നടത്തുന്ന മോശം പരാമർശങ്ങൾ അടക്കം വെച്ചുകൊണ്ട് SFI ഉയർത്തിയ ബാനറുകൾ നീക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ തടയാനുള്ള നീക്കങ്ങൾ പോലീസിന്റെയോ ഒപ്പം തന്നെ സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമില്ല. രോഹിണി. ശരി, ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.